എന്തിനാ ഉണക്കാൻ വെച്ചേ? ഇങ്ങോട്ട് വാ അൻവി. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ പാർട്ട് 3 ആണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് എക്കോ പോയിൻറ്റിലേക്കാണ്. ഫുഡ് കഴിച്ചിട്ടില്ല, അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ കുറേ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. 2 സൈഡിലായിട്ട് ചോക്ലേറ്റ്, അതേപോലെ ടോയ്സ്, പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഡെക്കറേഷൻ ഐറ്റംസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഷോപ്പിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു തട്ടുകട സെറ്റപ്പ് പോലെ ആ എക്കോ പോയിൻറ്റിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നൊരു ചെറിയ സ്പേസ് ആയിരുന്നു കേട്ടോ. ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ച് ഫ്ലോപ്പ് ആവുമെന്ന്, പക്ഷേ നല്ല ഫുഡായിരുന്നു. നല്ല എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എക്കോ പോയിൻറ്റിലെത്തി. നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടമായി. എന്നെക്കാളും എൻജോയ് ചെയ്തത് മോനാണ് കേട്ടോ. അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അവിടുത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരാൾ എൻ്റെ കയ്യൊക്കെ ഇട്ടിട്ട് ഒറ്റക്ക് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താക്കുക ആ വെയിലത്ത് തന്നെ എന്തിനാ ഉണക്കാൻ വെച്ചേ? ഇങ്ങോട്ട് വാ അൻവി. ഈ മൂന്നാർ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് തൊട്ട് ഞാൻ കേൾക്കുന്നതാണ് കേട്ടോ അൻവി പറഞ്ഞിട്ടുള്ള ആനേൻ്റെ കഥ. അതെന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂന്നാറിനോട് മെല്ലെ ബൈ ബൈ പറയാൻ പോവാം കേട്ടോ. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു അത്. മൂന്നാറിൽ ഒരുപാട് പ്ലേസ് വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇങ്ങനെ ബൈക്ക് പോകുമ്പം 2 സൈഡിലുള്ള വ്യൂ കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സ് നിറയും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് സ്ഥലത്തൊക്കെ ഇറങ്ങി ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടിന്യൂസ്ലി അങ്ങനെ ഒരുപാട് സമയം ബൈക്കിൽ ഞങ്ങൾ മോനുള്ളതുകൊണ്ട് ട്രാവൽ ചെയ്യില്ല, നിർത്തിയേ പോകാറുള്ളൂ കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ കുറച്ച് നേരം നിർത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സൺസെറ്റൊക്കെ കാണാൻ പറ്റിയ പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അത്. പീസ്ഫുള്ളായിട്ട് മൈൻഡ് റിലാക്സ് ചെയ്യാൻ വരുന്നവർക്കൊക്കെ അത് ബെറ്ററായിട്ടുള്ള ഓപ്ഷനാണ് കേട്ടോ. ഞങ്ങളിനി പോകുന്നത് തേനിയിലേക്കാണ് കേട്ടോ. അൻവിയനോട് ഞങ്ങൾ പറഞ്ഞത് വീട്ടിലേക്ക് പോവുകയാണെന്നാണ്. ആൾക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. വീട്ടിലേക്ക് ഞാനില്ല എന്നാണ് അവൻ ഞങ്ങളോട് പറഞ്ഞത്. പിന്നെ അത് അവിടെ ഉള്ളൊരു തേയിലത്തോട്ടത്തിൽ കയറി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നൈറ്റ് ടയേർഡായപ്പോൾ ഞങ്ങൾ ഒരു റൂം എടുത്ത് നിന്ന് കേട്ടോ. അത്യാവശ്യം നല്ല റൂമായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.